ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഇതിൽ വീഡിയോസ് ഇട്ടതും ഒക്കെ എനിക്ക് ഒരുപാട് ക്യാഷ് കിട്ടും എന്നുള്ള വ്യാമോഹം കൊണ്ടൊന്നുമല്ല കേട്ടോ. കുറച്ച് പേരൊക്കെ അറിയപ്പെടണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞു എനിക്ക് കാണാം, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതൊക്കെ. ആദ്യം ഞാൻ കുറച്ച് ക്രാഫ്റ്റും ഡ്രോയിങ്സും പെയിൻറ്റിങ്സും അങ്ങനെയൊക്കെ ആയിട്ടാണ് തുടങ്ങിയത് കേട്ടോ. അന്നൊന്നും എനിക്ക് യൂട്യൂബിൽ എന്ത് ചെയ്യുന്നതെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. എന്നാലും ഞാൻ എന്തൊക്കെയോ എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് 500 വ്യൂവേഴ്സിനെയൊക്കെ ഒരു വീഡിയോസിന് ഒപ്പിച്ച് തുടങ്ങി. അത്രയൊക്കെ ആയപ്പോഴേ എന്നെ കളിയാക്കുന്നവരും മാറി ചിരിക്കുന്നവരും ഒക്കെ എണ്ണം കൂടിക്കൂടി വന്നു കേട്ടോ. അങ്ങനെ കളിയാക്കുന്നവരിൽ കൂടുതലും നമ്മുടെ ബന്ധുക്കളും നമ്മളെ അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. മുഖത്ത് നോക്കി പറഞ്ഞ് ചിരിച്ച ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഈ യൂട്യൂബൊക്കെ നിർത്തി വെച്ചിട്ടുമുണ്ട്. പിന്നെ എനിക്ക് തോന്നി, ഞാനെന്തിനാ മറ്റുള്ളവർ കളിയാക്കുന്നത് കേട്ട് മാറി നിൽക്കുന്നത്, ഞാൻ ഇങ്ങനെ എന്നെ കൊണ്ട് ഒക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്ത് ഒരു സമയത്ത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിയാലോ, കുറച്ച് പേര് എന്നെ അറിയപ്പെട്ടാലോ, അതില്ലയോ എന്നെ ഈ കളിയാക്കുന്നവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അടി. അപ്പം ഞാൻ ഇത്രയൊക്കെ വന്നിരുന്നത് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ, നമ്മൾ ആരെങ്കിലുമൊക്കെ കളിയാക്കി അവർ മുഖത്ത് നോക്കി എന്തെങ്കിലുമൊക്കെ പറയുമ്പം അവരത് ചിരിച്ച് തള്ളുമെങ്കിലും അവരുടെ ഉള്ളിൽ എവിടെയൊക്കെയോ തട്ടുണ്ടാവും. അതുകൊണ്ട് ആരെയും അങ്ങനെ മുഖത്ത് നോക്കി കളിയാക്കാതിരിക്കുക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ, ഓരോ രീതികൾ. ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അറ്റ്ലീസ്റ്റ് ഒരാളെ കളിയാക്കുമ്പോൾ അവർ കേൾക്കാതെ കളിയാക്കാനെങ്കിലും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കഥ പറഞ്ഞു തന്നെ ഇന്നലത്തെ എൻ്റെ കറികളൊക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. പച്ചടി, പയറുമെഴുക്ക് വരട്ടി, മീൻകറി, ഇതൊക്കെയായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ ഈ ബീട്രൂട്ട് പച്ചടി നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പച്ചടി വെച്ച് ചട്ടിയിൽ തന്നെ ഇച്ചിരി ചോറിട്ട് ഞാനും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നേ. അപ്പം ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക. അപ്പോൾ പിന്നെ ഇന്നത്തേക്ക് ടാറ്റാ.